ഗായ്സ്, എല്ലാവർക്കും സബ്ദർശ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ്. ആദ്യം ഒരു ബൗളിൽ ബസ്മതി റൈസ് മാറ്റി വയ്ക്കുക. അതിനുശേഷം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി അരമണിക്കൂർ വയ്ക്കുക. ചിക്കനിലേക്ക് മസാല പുരട്ടിയത്, ക്യാരറ്റ് ചെറുതായി നുറുക്കിയത്, 2 മുട്ട, 1 വലിയ ഉള്ളി, 4 പച്ചമുളക് അരച്ചത്, ക്യാപ്സിക്കോ, 1 തക്കാളി, ബീൻസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത്. പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ക്യാരറ്റും ബീൻസും തിളപ്പിക്കാൻ വെക്കുക. അരവേവ് മതി. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കുക. അത് അരവേവായതിനു ശേഷം അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റുക. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ചില്ലി ചിക്കൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിലിടാം. എണ്ണ തളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. അത് നന്നായി ആയതിനു ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട ഉടച്ചിട്ട് ഇടുക. അതിലേക്ക് ആവശ്യമായ ഉപ്പും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാൻ ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ആ ബൗളിലുള്ള മുട്ട അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മറ്റൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് അതിലേക്ക് 3 ബൗൾ വെള്ളം അതിലേക്ക് ഒഴിക്കുക. 3 ഏലക്കായും 2 പട്ടയും അതിലേക്ക് ചേർക്കുക. ആവശ്യമുള്ളവർ മാത്രം. പിന്നെ അത് നന്നായി തളിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച അരി അതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ആയതിനു ശേഷം അരി വെന്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റുക. പാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. അത് ചൂടായാൽ നമ്മൾ നേരത്തെ മറ്റൊരു പാത്രത്തിൽ മാറ്റിവെച്ച എല്ലാ സാധനങ്ങളും അതിലേക്ക് ചേർക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചില്ലി ചിക്കനും മുട്ട വറുത്തതും ബീൻസും ക്യാരറ്റും എല്ലാം അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് അനുസരിച്ച് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഫ്രൈഡ് റൈസ് മസാലയും കുരുമുളക് പൊടിയും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാറ്റിവെച്ച ബസ്മതി റൈസ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഗീ ആവശ്യമുള്ളവർക്ക് മാത്രം അതിലേക്ക് ചേർക്കുക. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.